ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DL അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയുടെ ആപ്ലിക്കൻസ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ddmalappuram.blogspot.com എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡീറ്റെയിൽസ് നോക്കാം. DL 2025-27 മലപ്പുറം ജില്ലയിലെ അപേക്ഷ നൽകിയവരുടെ ലിസ്റ്റ് പരിശോധനയ്ക്കും തിരുത്തലിനുമായി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികളുടെയും എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. DL 2025-27 അധ്യയന വർഷത്തെ മലപ്പുറം ജില്ലയിൽ അപേക്ഷ നൽകിയവരുടെ ലിസ്റ്റ് പരിശോധനയ്ക്കും തിരുത്തലിനുമായി പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ തിരുത്തലോ വരുത്തുവാൻ ആഗ്രഹിക്കുന്നവർ ലിസ്റ്റിലെ ആപ്ലിക്കേഷൻ നമ്പരും ബന്ധപ്പെട്ട രേഖകളും സഹിതം 26/8/2025 ചൊവ്വാഴ്ച 3 മണിക്ക് മുൻപായി മലപ്പുറം വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് പരിശോധിച്ചിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മലപ്പുറം വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നേരിട്ട് തന്നെ പോയി നിങ്ങളത് തിരുത്തണം. ഇവിടെ പറയുന്നുണ്ട് ഇമെയിൽ, തപാല്, ഫോൺ മുഖേനയുള്ള പരാതികൾ സ്വീകരിക്കുന്നതല്ലത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡേറ്റ് പറയുന്നത് 26-ാം തീയതി ഓഗസ്റ്റ് 26 3 മണിക്ക് മുൻപേ ആയിട്ടാണ്. ഭിന്നശേഷി വിഭാഗക്കാർ, വിമുക്ത ഭടന്റെ ആശ്രിതർ, ജവാന്റെ ആശ്രിതർ, അതുപോലെ തന്നെ EWS വിഭാഗക്കാർ എന്നിവർ സംവരണം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ലിസ്റ്റിലെ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 26/8/2025 4 മണിക്ക് ലിസ്റ്റ് PSCക്ക് നൽകേണ്ടതിനാൽ സമയപരിധി കഴിഞ്ഞ് വരുന്ന തിരുത്തലുകൾ പരിഗണിക്കുന്നതല്ല. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. NSS, NCC, രാജ്യപുരസ്കാർ തുടങ്ങിയവ റിമാർക്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കലാകായിക മേളകളുടെ വിവരം രേഖപ്പെടുത്തേണ്ടതില്ല. റിജക്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകർ സമയപരിധിക്കകം നേരിട്ട് ന്യൂനതകൾ പരിഹരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതാണ്. അഡ്മിഷൻ സമയത്ത് തെറ്റായ വിവരങ്ങളാണ് നൽകിയത് എന്ന് കണ്ടെത്തിയാൽ പ്രസ്തുത വിദ്യാർത്ഥിയുടെ പ്രവേശനം റദ്ദ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ അപേക്ഷകരുടെ ലിസ്റ്റ് ഗവൺമെൻറ് എയ്ഡഡിൻ്റെയും സെൽഫ് ഫിനാൻസിൻ്റെയും ഓരോ ഗ്രൂപ്പിൻ്റെയും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് റിജക്റ്റഡ് ലിസ്റ്റ് എന്നും പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡിലേക്കും സെൽഫ് ഫിനാൻസിലേക്കും അപേക്ഷ വിദ്യാർത്ഥികളാണെങ്കിൽ ഏത് ഗ്രൂപ്പാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഫസ്റ്റ് ഗവൺമെൻറ് സയൻസ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് അപേക്ഷ നൽകിയ സയൻസ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലേക്ക് അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പേര് ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങളുടെ പേരിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആണോ, ഇനീഷ്യലൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ കണ്ടെത്തുവാണെങ്കിൽ നിങ്ങൾ DD ഓഫീസിൽ നേരിട്ട് പോയി തന്നെ അത് പരിഹരിക്കേണ്ടതാണ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങളുടെ പെർസെൻറ്റേജ്, ടോട്ടൽ മാർക്സ്, ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ റിമാർക്സിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അതൊക്കെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ആ ബോണസ് പോയിന്റ്സിൻ്റെ അതായത് EWSൻ്റെ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കൃത്യമാണോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആപ്ലിക്കൻസ് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് റിജക്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ താൽക്കാലികമായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ്. അപ്പോൾ എന്ത് മിസ്റ്റേക്സ് ആണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് റിമാർക്സ് എന്നുള്ള ആ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ചില വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ തെറ്റിച്ച് മറ്റൊരു ജില്ലയിലേക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിമാൻഡ് ഡ്രാഫ്റ്റ് വെക്കാത്തവർ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താണോ ആ മിസ്റ്റേക്സ് നിങ്ങളത് DD ഓഫീസിൽ നേരിട്ട് ചെന്ന് തന്നെ നിങ്ങൾ തിരുത്തേണ്ടതാണ്. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി നിങ്ങൾക്ക് ഒരു എഡിറ്റ് ഓപ്ഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. കാരണം ഇനിയും ഈ ഒരു ആപ്ലിക്കൻസ് ലിസ്റ്റ് PSCക്ക് അയച്ചു കൊടുക്കുകയാണ്. പിന്നെ PSC ഫൈനൽ റാങ്ക് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു റിജക്റ്റഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ എന്താണോ റിമാർക്സ് അത് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങളുടെ ഡീറ്റെയിൽസിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഏതൊക്കെ ജില്ലകളുടെയാണോ ആപ്ലിക്കൻസ് ലിസ്റ്റ് വരുന്നത് അതനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവരും ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്